ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാനേ കുറേ ദിവസമായിട്ട് ആലോചിക്കുക ഒരു പുതിയ കാർ മേടിച്ചാലോ എന്ന്. ഞാനിപ്പോൾ ഏതായാലും മെർസഡസിന്റെ ഷോറൂമിൽ പോവാ. നമുക്കിന്ന് ഒരു സൂപ്പർ കാർ മേടിക്കാം. ഏയ് ചായ് ചായ് കാപ്പി കാപ്പി. ചേട്ടാ പോവല്ലേ, വായോ ചായ കുടിച്ചിട്ട് പോവാം. അല്ല, എന്നെ ആരെങ്കിലും വിളിക്കണ്ട? ഒരു മിനിറ്റ്, ഇതെന്തത്? ഈ ഭാഗത്ത് ഇഷ്ടം പോലെ കട ഓപ്പൺ ആയല്ലോ. മുന്നേ ഇവിടെ കടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുണ്ടില്ലേ, ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അതെന്താ സംഭവം? ലക്കി വെജ് ബിരിയാണി. ഓ, വെജ് ബിരിയാണി ഏതായാലും വേണ്ട. ഏയ് പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി. ചേട്ടാ വായോ, പാനിപ്പൂരി കഴിക്കാം. 10 രൂപയ്ക്ക് 6 ബോള് കിട്ടും. എന്തൊട്ട് 10 രൂപയ്ക്ക് 6 ബോളാ? എനിക്ക് പക്ഷേ പാനിപ്പൂരി വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ, വിശക്കണില്ല. അവിടെ പിന്നെ ഐസ്ക്രീമിന്റെ കടയുണ്ട്, ഇവിടെ ഒരു ചായക്കടയുണ്ട്. ചേട്ടാ വായോ, ചായ കുടിച്ചിട്ട് പോവാം. ചായ വേണ്ട കാപ്പിയാ വേണ്ട? ചായ കുടിക്കണ? എന്നാ ശരി. ചേട്ടാ ഒരു ചായ. ഓ ഓ, ഇതാരീ ഒച്ച ഉണ്ടാക്കണേ? അയ്യോ, ഇതെന്തത്? ഇതാ ഡൈനോസർ അല്ലേ? ഈ ഡൈനോസർ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന്? അതെ, എനിക്ക് ചായ വേണം. ചായ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഈ ചായക്കട തന്നെ മൊത്തത്തിൽ വിഴുങ്ങാൻ പോവാ. ഇതെന്തത്? എനിക്ക് വിഴുങ്ങാൻ പറ്റണില്ല. അയ്യോ ചേട്ടാ, അതെ, എന്തേലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡൈനോസർ എൻ്റെ കടയെടുത്ത് വിഴുങ്ങും, എൻ്റെ പണി പോവും. അത് ശരി, താൻ ടെൻഷൻ അടിക്കണ്ട. ഈ ഡൈനോസറുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ ഫ്രാങ്ക്ലിന്, നീ ഇവിടെ നിൽക്കണ്ടായിരുന്ന? അപ്പൊ പിന്നെ നിന്നും കൂടി വിഴുങ്ങിട്ടേ കാര്യമുള്ളോ? എടാ നിക്കടാ അവിടെ, എങ്ങോട്ടേക്കാ ഓടിപ്പോണേ? ഇന്ന് മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അത് ശരി, അത്രക്കയ്യാ? അതെ, എന്നാ പിടിച്ചോ. ദേ കിടക്കണ അവിടെ, എന്നെ വിഴുങ്ങാൻ വന്നേക്കണ്. ഡൈനോസറോ? ഇത് നോക്കിയേ, ആ ഫ്രാങ്ക്ലിൻ ഇവിടെ തന്നെ നിൽക്കണ്ടായിരുന്നു. അവൻ നമ്മുടെ ഒരു ചെക്കനെ അടിച്ചിട്ടൂലോ. അല്ല, എന്തോരം നോക്കി നിൽക്കണേ? വേഗം പോയിട്ട് അവനിങ്ങ് തീർത്തളായി. ആ ബോഷേ, ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് എല്ലാത്തിനെയും തീർത്തളയാം. കമോൺ, അറ്റാക്ക്. അത് ശരി, ഇവിടെ ഇപ്പോൾ ഒരെണ്ണല്ല, ഇവിടെ ഇഷ്ടം പോലെ ഡൈനോസർ ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താണ്ടായേ? എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കണല്ലോ. ഇവന്മാരെ മിക്കവാറും എന്നെ കടിച്ചു കീറുന്ന തോന്നണേ. ഇവരെ വെറുതൊട്ടാ ശരിയാവില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റാമ്പിന്റെ അടിയിൽ നിൽക്കാം. ഇതിന്റെ അടിയിൽ ഡൈനോസർ വരില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ശരി, ഈ ഡൈനോസർ ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അതെ, ഒരു കാര്യം ചെയ്യാം, ഈ RPG വെച്ച് എല്ലാത്തിനെയും തീർത്തളയാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ എല്ലാത്തിനെയും തീർത്തളഞ്ഞു. ഇനിയിപ്പോ ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇവിടെ ഇനി ആരും ബാക്കിയില്ലെന്നാ തോന്നണേ. എന്നാലും എനിക്ക് മനസ്സിലാവണില്ല, ഈ ഡൈനോസറൊക്കെ എവിടെ നിന്നാണോ വന്നേ? എനിക്ക് തോന്നണതേ ഇവർ ജുറാസിക് പാർക്കിൽ നിന്ന് ചാടി വന്നുന്നാ. ഇനിയിപ്പോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്കിനി പോയിട്ട് ചായ കുടിക്കാം. അല്ല, ഇവിടെയുള്ള ആൾക്കാർ എങ്ങോട്ടേക്കാ പോയേ? അവര് ഡൈനോസറിനെ കണ്ടപ്പോ പേടിച്ചു പോയിണ്ടാവും. ഏയ്, ഇതെന്തത്? പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നൂലോ. അവര് ഒരാളെന്നെ വണ്ടി ഇടിച്ചു വന്നു. അല്ല സാറേ, എന്താ പ്രശ്നം? എടാ ഫ്രാങ്ക്ലിന്, നീ എന്തു പണിയാ കാണിച്ചേ? നീ ഡൈനോസറിനെ വെടിവെച്ച് കൊല്ലൂല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. അത് ശരി, സാറ് ആള് കൊള്ളാലോ. ഡൈനോസറിനെ കൊന്നേനാണോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോണേ? ഡൈനോസർ എന്നെ കൊന്ന കുഴപ്പമില്ല, അതിൽ ഇവർക്ക് പ്രശ്നമില്ല. ഞാൻ ഡൈനോസറിനെ കൊന്നതാ പ്രശ്നം. എന്നിട്ടായാലും ഒരു പോലീസുകാരനെയും വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയും. ചാവട അങ്ങോട്ട്, ചാവ്. ഇവിടത്തെ പോലീസുകാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇതുണ്ടില്ലേ, ഒക്കതെ പറന്ന് പോവാ. ഒരൊറ്റടത്തിനും വെറുതെ വിടില്ല. അതെ, ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നല്ലേ ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. എന്നിട്ട് പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാം. പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് പോയിട്ട് സൂപ്പർ കാർ മേടിക്കാം. എന്നാലും ഇവിടുത്തെ പോലീസുകാരുടെ സ്വഭാവേ ഡൈനോസറിനെ കൊന്നേനാ ഇവന്മാരെന്നെ അറസ്റ്റ് ചെയ്യാൻ പോണേ. ഇവരാണെങ്കിൽ ഓർത്തനെ വണ്ടി ഇടിച്ചു കൊന്നു, അതിനും ഇവർക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക.
നമുക്കിനി എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കാം. ഈ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാം. A few moments later. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെയോ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. നമ്മളിപ്പോൾ ഏതായാലും ഷോറൂമിൽ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പുതിയ സൂപ്പർ കാർ മേടിക്കാം. ഇതെന്തത്? ഈ ഷോറൂമിൽ അധികം കാറൊന്നുമില്ലേ? ആകെ 2 കാറുള്ളോ? ഒരെണ്ണം മെർസിഡസിൻ്റെ ജി ക്ലാസ്, പിന്നീട് മെർസിഡസിൻ്റെ ഒരു സൂപ്പർ കാർ ഉണ്ട്. ഈ കാറ് മേടിക്കാനാണ് ഞാൻ വന്നേ. ഇത് പിന്നെ റെഡ് കളറിൽ മാത്രമുള്ളൂ, വേറെ കളറൊന്നും കാണാനില്ല. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ഈ കാണുന്ന കാറ് പർച്ചേസ് ചെയ്യണം. എത്ര അതിൻ്റെ റേറ്റ്? ഇവിടെ പിന്നെ ചുവപ്പ് കളർ മാത്രമുള്ളൂ, വേറെ കളറില്ലേ? ഇല്ല സാറേ, ഇവിടെ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വിറ്റ് പോയി. സാറ് വരാനായിട്ട് ലേറ്റായേ. ഈ ഒരു കാർ മാത്രമേ ബാക്കിയുള്ളൂ റെഡ് കളറിൽ. സാറ് ഈ കാറ് പർച്ചേസ് ചെയ്യണ്ട. പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിന് 2 കോടി ചിലവുണ്ട്. എത്രയാ? 2 കോടിയാ? എന്നാ പിന്നെ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ 2 കോടി ഇരിക്കുന്നുണ്ട്. ഞാൻ ചേട്ടന് അയച്ചുതരാം, ഗൂഗിൾ പേ വഴി അയച്ചുതരാം. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ ഈ കാറ് പർച്ചേസ് ചെയ്തു. നമുക്ക് പിന്നെ റെഡ് കളറിലാണ് കിട്ടിയേ. റെഡ് കളർ കുഴപ്പമില്ല. ഇതാണ് ഈ കാറിൻ്റെ ഇൻറ്റീരിയറും കുഴപ്പമില്ല, കാണാൻ നൈസായുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ടെ ഷിൻചാന് ഈ കാറ് കാണിച്ചു കൊടുക്കാം. ഷിൻചാൻ എന്തായാലും ഹാപ്പി ആവും. അവനും കുറേ ദിവസമായിട്ട് പറയണ്ടായിരുന്നു ഒരു സൂപ്പർ കാർ മേടിക്കണമെന്ന്. നമ്മളങ്ങനെ ഫൈനലി ഒരു സൂപ്പർ കാർ മേടിച്ചു. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറ് നമുക്ക് ഷിൻചാന് കാണിച്ചു കൊടുക്കാം. അല്ല, ഇതെന്തത്? അവിടെ ഒരു ആൾക്കൂട്ടം. ഗൈസ്, ഇതാണില്ലേ, അവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം? ഇതെന്താ പാനിപ്പൂരിയാ? എൻ്റെ വീട്ടിൽ പാനിപ്പൂരി കച്ചവടം നടത്തേ. ഹലോ ചേട്ടാ, ഇതെന്തത്? കച്ചവടം ചെയ്യാനായിട്ട് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? എൻ്റെ വീട് മാത്രമേ കിട്ടിയുള്ളൂ. എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ പുറത്ത് നിറച്ച് ഡൈനോസർ അല്ലേ, അതുകൊണ്ട് നിന്റെ വീട്ടിൽ കച്ചവടം ചെയ്യാൻ വിചാരിച്ചു. നിന്റെ വീടാകുമ്പോൾ സേഫാണ്, ഇങ്ങോട്ടേക്ക് അധികം ഡൈനോസർ ഒന്നും വരില്ല. അയ് ശരി, അത് കൊള്ളാലോ പരിപാടി. ചേട്ടാ അതെ, ഈ സിറ്റിയിൽ ഇപ്പോൾ ഡൈനോസർ ഒന്നും ഇല്ല, എല്ലാത്തിനും തീർത്തളഞ്ഞു. ചേട്ടൻ ധൈര്യമായിട്ട് പുറത്തേക്ക് പോക്കോ. ഇല്ല ഫ്രാങ്ക്ലിന്, നമ്മൾ എങ്ങോട്ടും പോവില്ല. ഞാൻ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുള്ളൂ. എടാ ഫ്രാങ്ക്ലിന്, എന്താ നിന്റെ പ്രശ്നം? പോയി നിന്റെ പണി നോക്കടാ. ഇവിടത്തെ കാര്യത്തിലേ നീ ഇടപെടണ്ട, മനസ്സിലായ? ആഹാ, അത് കൊള്ളാലോ. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഭീഷണിയാ. അതെ, ഇപ്പൊ ശരിയാക്കരാം. എൻ്റെ കയ്യിൽ ആർപ്പിച്ചിരിക്കുന്നുണ്ട്, എന്നാ പിടിച്ചോ. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഭീഷണിപ്പെടുത്താ, എന്നോട് പോയിട്ട് പണി നോക്കാൻ. ഓക്കെ, നമ്മളങ്ങനെ എല്ലാത്തിനും തീർത്തളഞ്ഞു. രാവിലെ തന്നെ ഓരോരുത്തർ വരും മനുഷ്യനെ മെനക്കെടുത്താൻ. അല്ല, ഈ ഷിൻചാൻ എവിടെയാ? ഓ, അത് പറഞ്ഞപ്പോഴാ. ഷിൻചാൻ സ്കൂളിൽ പോയേക്കാ. അവനിനി 4 മണിയാകുമ്പോഴാ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. എന്തെങ്കിലും ആട്ടെ, ഷിൻചാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അവൻ വന്നാലേ നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.